ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് പറയാം. വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ചലഞ്ച് പാസ്സായതിൻ്റെ ഒരു ഇൻഫോർമേഷൻസ്. അതെന്തുകൊണ്ട് ഇതിന് മുന്നേ ഞാൻ 3-4 അക്കൗണ്ട് ഫ്യൂച്ചേഴ്സ് തന്നെ ചലഞ്ച് പാസ്സായിട്ടുണ്ട് ഈ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ അതൊന്നും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാതെ ഇത് ചെയ്തതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ ഇക്വിറ്റി കർവ് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഇക്വിറ്റി കർവ് ഞാൻ കാണിച്ചു തരാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 6 തവണ ഇല്ലടാ 6 തവണ ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത അക്കൗണ്ടാണ് ആ പാസ്സായത്. നമ്മളെടുത്ത ഫസ്റ്റ് ഡേ തന്നെ അക്കൗണ്ട് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത്. പക്ഷെ അത് അത്ര ഇഷ്യൂ അല്ല. കാര്യം ഇത് ഈ ഒരു വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ലോസിംഗ് സ്ട്രീക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ബ്രേക്ക് ഈവനിൽ നിന്ന് പിന്നെ തിരിച്ച് നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ലോസിംഗ് സ്ട്രീക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ്. ഈ ഒരു വീഡിയോ കാണേണ്ടത് ഫ്യൂച്ചേഴ്സ് ട്രേഡേഴ്സ് മാത്രമല്ലായിരിക്കും. ലൈക്ക് നിങ്ങൾ ഏത് ഫീൽഡ് ട്രേഡ് ചെയ്താലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അക്കൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ പ്ലാനാണ് 50K MFF ആണ് എടുത്തേക്കുന്നത്, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ്. അത് ഞാൻ വിൽക്കുകയും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മെയിൻ കാര്യം ഞങ്ങൾ ട്രേഡ് ചെയ്തതെല്ലാം ഒരുമിച്ചാണ്. ഞങ്ങൾ തുടക്കം മുതൽ ട്രേഡ് ചെയ്തത് പോലെ ആ ഒരു സമയം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രേഡ് ചെയ്തത്. ലാസ്റ്റ് ചലഞ്ച് പാസ്സായ ദിവസം മാത്രമേ ഇവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അതൊരു തീരുമാനം, അതൊക്കെ ഞാൻ വഴിയെ പറയാം എന്താണെന്നുള്ളത്. അതുവരെ ആ ഒരു 6 തവണ ഡ്രോഡൗണിൽ പോയ ദിവസം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ പോലെ തന്നെ ഇവനെ അറിയാം എങ്ങനെയാണ് അക്കൗണ്ട് മുമ്പോട്ട് കൊണ്ടുപോയെന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഫോറക്സിലൊരു അക്കൗണ്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. അത് ഗിവ് അപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. 25K ഒരു അക്കൗണ്ട്. അതിന് അതിൻ്റെ ആ ഒരു സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് നല്ല രീതിയിൽ, അതായത് ഇവൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. ഇവൻ വന്ന സമയത്ത് 2 അക്കൗണ്ടാണ് മെയിൻലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഒന്ന് ഫോറക്സിൻ്റെ ഒന്ന് ഫ്യൂച്ചേഴ്സിൻ്റെ. അപ്പോൾ ഇത് രണ്ടിലും കുറേ കൂടെ ഒക്കെ ഫ്രീഡം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഫ്രീഡം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിലാണ് ഫ്രീഡം, അതുപോലെ തന്നെ കംഫർട്ടും. ഇപ്പോൾ ഫോറക്സിലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഒരുപാട്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോറക്സ് ആണെങ്കിൽ മെറ്റാട്രേഡിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോകുന്നു, അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, പിന്നെ വന്നിട്ട് മെറ്റൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നു. പക്ഷെ അത് ഞാനിപ്പോൾ അത് ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ, ഇപ്പോൾ ഓവർ ടൈം അത് പെട്ടെന്ന് തന്നെ ആവും. പക്ഷെ അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഫ്യൂച്ചേഴ്സിലോട്ട് നമ്മൾ കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചേഴ്സ് വളരെ ആ ഒരു കാര്യത്തിൽ സിംഗിൾ സ്ക്രീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നടക്കും, അവൈലബിൾ ആണ്. അപ്പം അതാണ് ഒരു മെയിനായിട്ടുള്ള പോയിന്റ്. അപ്പം നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അക്കൗണ്ട് പാസ്സായത് എങ്ങനെയാണ് ഒറ്റ രീതി ചോദിച്ചു കഴിഞ്ഞാൽ, റിസ്ക് മാനേജ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ, ട്രേഡിങ്ങിൻ്റെ ഏറ്റവും കോറെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. അത് തന്നെ എനിക്കിവിടെ പറയാം. അത് കുറേ കൂടെ ഒക്കെ ഒന്ന് റിയലൈസ് ചെയ്യാൻ ഈ ഒരു അക്കൗണ്ട് കൊണ്ട് എനിക്ക് പറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അക്കൗണ്ടും ഞാൻ ഓരോരോ പാഠങ്ങൾ അഗൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രേഡിങ്ങിൽ കംപ്ലീറ്റ്ലി എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്നൊരു പരിപാടിയില്ല. ഈ ഒരു അക്കൗണ്ട് മെയിൻലി എൻ്റെ ഇക്വിറ്റി കർവ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്കൊരു അക്കൗണ്ട് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം പിന്നെ ഇന്നെലിജിബിൾ ആയിരിക്കും, നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. പിറ്റേ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ 6 തവണയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഒരു തോട്ട് വരാം, ഞാൻ ട്രേഡ് ചെയ്യുന്നത് 50K അക്കൗണ്ടാണ്, $50,000 അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ 2% എന്ന് പറയുന്നത് $1,000 അപ്പോൾ എങ്ങനെയാണ് ഈ $1,200 SL ആവുന്നത്? അപ്പോൾ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം, ഈ $1,000 SL ആയി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്കറിയാം ആകെ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് $100 ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല $200 ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല എൻ്റെ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ അങ്ങനെയാണ്. അതായത് ഞാൻ 2 ട്രേഡ് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എനിക്ക് അധികം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ട്രേഡിങ്ങിൽ എനിക്ക് ആ 2 ട്രേഡ് തന്നെ ധാരാളമാണ്. അത് ക്ലീനായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചലഞ്ച് പാസ് ആവാനുള്ള ചാൻസസ് ആർ വെരി ഹൈ ഇൻ റിസ്ക് മാനേജ്മെൻറ്റിൽ. അപ്പം 2 ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ഒരു ട്രേഡ് ഇപ്പം $500 റിസ്ക്കിലാണ്, 1% റിസ്ക്കിലാണ് ഞാൻ എടുത്തെങ്കിൽ, അടുത്ത ട്രേഡും ലെസ്സിലാണെങ്കിൽ $1,000 റിസ്ക് ആയി. പിന്നീട് ഞാനത് ഡ്രോ ഡൗൺ എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യും. $200 റിസ്ക് ചെയ്ത്, അതായത് 0.5% പോലും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ട്രേഡ് എൻട്രി ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം പിറ്റേ ദിവസം ഈ ഡ്രോ ഡൗണിൽ പോയ പിറ്റേ ദിവസവും ഞാൻ സെയിം 1% തന്നെയാണ് റിസ്ക് ചെയ്ത് മാർക്കറ്റിലിരിക്കുന്നത്. ഞാൻ അവിടെ റിസ്ക് കട്ട് ഓഫ് ചെയ്യുന്നില്ല. സാധാരണ ഫോറക്സിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ 0.5 കട്ട് ഡൗൺ ചെയ്യും. പക്ഷേ അതൊരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സെറ്റപ്പിൽ നല്ലൊരു ക്ലീൻ സെറ്റപ്പ് ആണെങ്കിൽ ഞാൻ 1% തന്നെ റിസ്ക് ചെയ്യും. എനിക്ക് റിസ്ക് ചെയ്യാൻ പേടിയില്ലാത്ത ഒരാളാണ് ആക്ച്വലി. എന്നും പറഞ്ഞ് കൂടുതൽ റിസ്ക് ചെയ്യില്ല, എൻ്റെ റിസ്കിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഡ്രോ ഡൗണിൽ കിടക്കുന്ന ഒരു അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ആ ഡ്രോ ഡൗണിൽ കിടക്കുന്ന ഒരു അക്കൗണ്ട്
പിറ്റേ ദിവസം ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ, അതായത് ഇന്നലെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു, ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുമ്പോൾ 2 ഓപ്ഷൻസ് ആണ് എനിക്കുള്ളത്. ഒന്ന് റിസ്ക് കട്ട് ഡൗൺ ചെയ്യുക, 2 എന്താണ് സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യുന്ന റിസ്ക് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് എനിക്ക് ആ ദിവസം, അതായത് ഇപ്പം ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് ഈ ഒരു ദിവസത്തോടെ പിന്നെ ഡ്രോ ഡൗൺ ആണ് അക്കൗണ്ട് പോകാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഇന്ന് എടുക്കുന്ന ട്രേഡ് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും ഇല്ലടാ. അത് ഞാൻ ഇവൻ്റെ അടുത്ത് തന്നെ ആയാലും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ ട്രേഡ് എടുക്കുന്നത്. എന്നാലും കുറേയും കൂടെ നല്ല കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. കാര്യം ഇന്നത്തെ ഡേ ക്രൂഷ്യലാണ്. പല തവണ 6 തവണ ഞാൻ സെയിമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഡേ ക്രൂഷ്യലാണ്, ഇന്നത്തെ ഡേ ക്രൂഷ്യൽ. കാര്യം 6 തവണ ഡ്രോ ഡൗണിൽ പോയിട്ടുണ്ട് അക്കൗണ്ട്. ഡ്രോ ഡൗണിൽ പോകും, തിരിച്ച് നമ്മളെ കൊണ്ടുവരും, പിന്നെയും ഡ്രോ ഡൗണിൽ പോകും. ഇത് നിങ്ങൾ വേണം ചിന്തിക്കുക ഇങ്ങനെ എന്താണ് മെയിൻലി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്താണ് എൻ്റെ മെയിൻ ഒരു കാര്യം ഞാൻ പറയാം. അപ്പം ഞാൻ പിറ്റേ ദിവസം വന്ന്, അതായത് ഇന്നലെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഈ 2 സംഭവങ്ങളാണ്. എനിക്ക് ഇന്ന് എത്ര റിസ്ക് ചെയ്യാൻ കഴിയും, സെറ്റപ്പിനേക്കാളും ഉപരി ഇന്ന് റിസ്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എമൗണ്ടാണ്. അപ്പം ആകെ റിസ്ക് ചെയ്യാൻ കഴിയുന്നത് അഗൈൻ 2% ആണ്. അപ്പം ഈ അക്കൗണ്ട് ഇന്ന് ബ്ലോ അപ്പ് ആകാനുള്ള റീസൺ ഈ അക്കൗണ്ട് രണ്ട് ട്രേഡും മെസ്സിലടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ 2% ഡ്രോ ഡൗണിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു റീസൺ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് പോയി എന്നുള്ള. അപ്പം ഞാൻ മാക്സിമം എൻ്റെ സെറ്റപ്പിൽ ഏറ്റവും ക്ലീൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെറ്റപ്പ് ഉണ്ടോ, അതിലൊരു A+ സെറ്റപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ബ്യൂട്ടിഫുൾ ഒരു സംഭവം നിങ്ങളുടെ ട്രേഡ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നെങ്കിൽ മാത്രം നല്ല ട്രേഡ് എടുക്കുക എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് ഇതിനകത്തുള്ളത്, ഞാൻ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനകത്ത് മാക്സിമം ക്ലോസ് ചെയ്യുന്നതിന് പകരം ആഡ് ഓൺ ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ അല്ലേ. അതായത് ചില നല്ല ട്രേഡ്സ് ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഫോറക്സിൽ ഞാൻ ഇത് അധികം ചെയ്യാത്ത പരിപാടി, അതുകൊണ്ട് എനിക്കിത് പറയണം. അതായത് ഇപ്പോൾ നല്ല റണ്ണിങ് പൊസിഷൻ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 9:30 ഓപ്പൺ മാനിപ്പുലേഷൻ കഴിഞ്ഞാൽ ഒരു നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പണിൽ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മേജർ സ്വീപ്പാണ് ഡേറ്റ ഹൈ ഓർ ലോയോ, അതിലേതിലും ഡെയിലി ലിക്വിഡിറ്റിയോ, അത് മേജർ ഹൈ ടൈം ഫ്രെയിം PDRSയിലോ എല്ലാമാണ് ഇമിറ്റേഷൻ കിട്ടിയെങ്കിൽ ആ ട്രേഡ് റൺ ചെയ്യാനുള്ള ചാൻസ് ലോവർ ടൈം ഫ്രെയിമിൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ ഞാൻ 1:2 അല്ല മെയിൻലി നോക്കുന്നത്. 1:2 ആണ് എൻ്റെ മേജർ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1:2 അല്ല ഞാൻ 1:2 ഞാൻ നോക്കും, പാർഷ്യൽസും ബുക്ക് ചെയ്യും. പക്ഷേ ഞാൻ ആഡിങ് പൊസിഷൻസ് നല്ല രീതിയിൽ തന്നെ അതിനകത്ത് മൈക്രോസ് ഒക്കെ ഞാൻ ആഡ് ചെയ്യും. 1% റിസ്കിൽ പോകുന്നത് ഞാൻ എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പോയതിന് ശേഷം ഞാൻ മൈക്രോസ് ആഡ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യില്ല. ബ്രേക്ക് ചെയ്യാൻ ഇല്ലാതെ ഞാൻ ആഡ് ചെയ്യില്ല. ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല എൻ്റെ 1:2 ആയിട്ട് തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് TP അടിക്കുക അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ പോവുക എന്ന് പറയുന്നത്, അല്ലെ 1:2 ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് അല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ബ്രേക്ക് ഈവൻ പോവുകയും അടുത്ത പൊസിഷനിൽ എനിക്ക് എൻട്രീസ് എവിടെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് നോക്കുക. അപ്പം എൻട്രീസ് ഞാൻ ആഡ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. again അടുത്ത എൻട്രീസ് ആഡ് ചെയ്യും. അപ്പോൾ ഒരു 10 മൈക്രോയിൽ എൻ്റർ ചെയ്തത് ചിലപ്പോൾ എൻഡ് അപ്പ് വിത്ത് ചിലപ്പോൾ 25 മൈക്രോസിൽ വരെ ട്രേഡ്, അതായത് 2.5 മിനിയിലൊക്കെ ഞാൻ ട്രേഡ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ട്രേഡ്, അതായത് ഈ ചലഞ്ച് പാസ്സാവുന്നതിന് തൊട്ട് മുന്നേ ദിവസം നിങ്ങൾക്ക് കാണാൻ ഞാൻ ഡ്രോ ഡൗൺ കർവ് കൊടുക്കാം. ലോസിലായിരുന്നു, ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത്, അതായത് ഇന്ന് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് ഇന്ന് ചലഞ്ച് പാസ്സാവുന്ന ആ ദിവസം നമുക്ക് ആ ഒരു 2% റിസ്ക് ചെയ്യാനുള്ള എന്ന ലെവല്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം 6 തവണ അക്കൗണ്ട് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത്, ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് എത്രടാ, 5 ഇന്ന് അക്കൗണ്ടിന്റെ റീസെറ്റ് ഡേ ആണ്. ഞാൻ എന്നോട് പറയുന്നത് അക്കൗണ്ട് 5-ാം തീയതി റീസെറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു. അപ്പം അതിന് മുന്നേ നമുക്ക് സമയം ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച എപ്പോഴാ ചലഞ്ച്? കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, സമയം ഉണ്ടായിരുന്നു, ബുധനാഴ്ച ചലഞ്ച് പാസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തുവായാലും ഇനി അങ്ങോട്ട് NFP ഇപ്പം വ്യാഴാഴ്ച ട്രേഡ് ചെയ്യത്തില്ല, ഞാൻ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യത്തില്ല. വ്യാഴാഴ്ച പ്രീ NFP ആണ്, വെള്ളിയാഴ്ച NFP ഡേ ആണ്. അപ്പോൾ എന്തായാലും പിന്നെ തിങ്കളാഴ്ച ട്രേഡ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാലും സാധാരണ ഇന്നലെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ട്രേഡ് ചെയ്യാൻ, ഇന്നലെ ഇന്നോടെ ഉള്ളൂ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അവൈലബിൾ ആയ ദിവസം 3 ദിവസമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അപ്പം ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ മാക്സിമം നമുക്ക് ഇത് ട്രയൽ ചെയ്യാം, നല്ല ട്രേഡ്സ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആ ബുധനാഴ്ച ദിവസം ഇവനും ആ സെയിം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ സമയം. അതിനൊരു മേജർ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓൾമോസ്റ്റ് എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു ഇവന് എങ്ങനെയാണ് ആവേണ്ടത്, ആ ലെവലിലേക്ക് ഇവൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ നീ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവണം, നീ ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇവനെ പറഞ്ഞു വിട്ടത്. ഇവന് പറഞ്ഞു വിട്ട് ആ ദിവസം ഇവൻ ഒറ്റയ്ക്കാണ് ട്രേഡ് ചെയ്തത്. അപ്പം എന്താണ് ആ ഒരു ദിവസത്തിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തതെന്ന് പറയുന്നത് ട്രെയിൽ ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം പൊസിഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഡ്രോ ഡൗണിൽ കിടന്ന അക്കൗണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു നല്ലൊരു ക്ലീൻ ട്രേഡ് കിട്ടി. എൻ്റെ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ സെറ്റപ്പ് കിട്ടി. ഇവനും ആ സെയിം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്ത 3 ട്രേഡ് സെയിം. അതായത് ഒരു മാസം കൂടെ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്തതിൻ്റെ ഒരു ഡിഫറൻസ്. അതായത് ഞാൻ കാണുന്ന കംപ്ലീറ്റ്ലി ഞാൻ മാർക്കറ്റിൽ കാണാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇവൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സിന്റെ റിസ്ക് മാനേജ്മെന്റിലാണ്. പോയിന്റ്സ് പിപ്പ് അല്ലല്ലോ, പോയിന്റ്സ് ആണ്. അപ്പം
ഫോറക്സിന് വരുന്ന എല്ലാവരും ആ തുടക്കത്തിൽ ഈവൻ ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് വരാൻ മടിച്ചത് തന്നെ ആ ഒരു റീസണാണ്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ശരിയാവും. ആ റീസൺ കൊണ്ട് ഒരിക്കലും ഫ്യൂച്ചേഴ്സിലെ കാര്യം വരാതിരിക്കരുത്. അപ്പം ആ ഡേ ഞാൻ എടുത്തു മാക്സിമം ട്രെയിൽ ചെയ്ത് പൊസിഷൻസ് ആഡ് ചെയ്ത്. കാര്യം ഞാൻ നോക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഉള്ളതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഗോൾ മാത്രമാണ്. അപ്പം മാക്സിമം ഞാൻ ഒരു ട്രേഡ് എടുത്തു, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ TP സെറ്റ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അഗൈൻ ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് വെച്ചെടുക്കുന്ന അത് ഹിറ്റ് ചെയ്തു. പഴയ പൊസിഷനിലേക്ക് പ്രൈസ് തിരിച്ചെത്തി, പഴയ ഓർഡറിലേക്ക്. അപ്പം അതൊരു $44 അല്ലേ? ആദ്യമേ ഈ അക്കൗണ്ടിന്റെ വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചലഞ്ച് പാസ്സായ ദിവസമല്ല, അതിനൊരു എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് 2 ദിവസം മുന്നേ 5ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുന്ന ആ സമയത്ത്, 5ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുന്ന സമയത്തിന് മുന്നത്തെ ദിവസം ഞങ്ങൾ ട്രേഡ് എടുത്തു. ചലഞ്ച് പാസ്സാകാൻ ഞങ്ങൾ TP വെച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ റൺ ചെയ്തു, പ്രൈസ് നല്ല രീതിയിൽ റൺ ചെയ്തു. ഞങ്ങൾ TP വെച്ചിട്ട് അവിടുന്ന് ഒരു 2-3 ടിക്ക് പോയിന്റ്സ് അല്ല ടിക്ക് അവിടുന്ന് വന്നിട്ട് പ്രൈസ് തിരിച്ച് ഡ്രോ ഡൗണിൽ പോയി ഹിറ്റ് ചെയ്തു. ഞങ്ങളുടെ SL ഹിറ്റ് ചെയ്തു. $40 മതിയായിരുന്നു ചലഞ്ച് പാസ്സാൻ. $2,960 വരെ എത്തി. പക്ഷെ ക്ലോസ് ചെയ്തില്ല. ഞാൻ ഇവരോട് എപ്പോഴും പറയുന്ന ഒരു പോളിസിയാണ്, ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്തില്ല. അത് എൻ്റെ ഒരു റീസൺ ഉണ്ട്. മാക്സിമം ട്രേഡ് റൺ ചെയ്യും, SL or TP എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അത് തന്നെ ഇവനും ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റീസൺ കൊണ്ട് എനിക്ക് അന്നേ ഇപ്പോൾ ചലഞ്ച് പാസ്സായിരുന്നു. 5ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത പിറ്റേ ദിവസം ചലഞ്ച് പാസ്സായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ മെൻ്റലി അങ്ങ് വല്ലാണ്ടായി, ഭയങ്കര ഡൗൺ ആയിപ്പോയി. അത് ഞാൻ ശരിയാണ്, ഇമോഷണലി നമ്മളിതിനെ വലിയ രീതിയിൽ ഇതാക്കരുത്. ബട്ട് സ്റ്റിൽ ആ ഒരു ദിവസം, അതായത് $60 5 തവണ ഡ്രോ ഡൗണിൽ പോയ അക്കൗണ്ട് 6ാമത്തെ തവണ പാസ്സാകേണ്ടതാ ഒരു $40. അതായത് നിങ്ങൾക്ക് അറിയാം, ഒരു 1 മൈക്രോയിലാണ് 1 മിനിയിലാണെങ്കിൽ 2 പോയിന്റ്സിൻ്റെ ആവശ്യമുള്ളൂ. 2 പോയിന്റ്സ് എനിക്ക് തോന്നുന്നു 25 മൈക്രോസ് എന്തായിരുന്നു ടോട്ടൽ റൺ ചെയ്തത്. അതാണ് ഒറ്റ പോയിന്റ് മതിയായിരുന്നു. ഒറ്റ പോയിന്റിന്റെ ആവശ്യം പോലും ഇല്ല. ഭയങ്കര ഡിസ്റ്റർബ്, അന്ന് രാത്രി ഉറങ്ങാനും പറ്റിയില്ല. ഒരുമാതിരി ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്താണ് പിന്നെ ഞാനത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാനത് വിട്ട്. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് പറയോ $60. ഞാൻ പറഞ്ഞു പോട്ടെ. പിന്നെ നമ്മൾ പതിയെ ക്യാച്ചപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഒരിക്കലും അത് സംഭവം വെച്ചിട്ടുണ്ടല്ലോ മാർക്കറ്റ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ $60 കൂടെ ഉള്ള പാസ്സാവാനുള്ളതല്ല. ഞങ്ങൾ ട്രെയിൽ ചെയ്തില്ല, ഞങ്ങൾ ക്ലോസ് ചെയ്തില്ല, തിരിച്ചു വന്ന ടെസ്റ്റ് അടിച്ചു. എഗെയിൻ നമുക്ക് എത്ര വേണം, 2% വേണം പാസ്സാകാൻ. ഞാൻ ട്രേഡ് അവിടെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ ഇനി ഇത് ചെയ്യണ്ട, ലൈക്ക് ഇത്ര ആയ സ്ഥിതിക്ക്. അതുമല്ല മാർക്കറ്റിൻ്റെ ഞങ്ങളുടെ ട്രേഡിങ് ടൈമും കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് വന്നു, ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു. എഗെയിൻ 6ാമത്തെ ഡ്രോ ഡൗൺ. അല്ല, അടുത്ത ദിവസം നമ്മൾ ട്രേഡ് ചെയ്ത് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു. ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു. നമ്മൾ അന്ന് എത്ര $800 എന്തായാലും ചലഞ്ച് പാസ്സായി. അപ്പം പിന്നെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യുന്നില്ല. പിന്നെ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തില്ല. വെള്ളി ശനി നമ്മളാരും ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം ട്രേഡ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ മെന്റലി കൂടുതൽ ആ ഒരു ഇത്ര $1 ഉള്ളൂ ചലഞ്ച് പാസ്സാകണം. നേരത്തെ അതായത് തലേ ദിവസത്തെ $40 എന്നുള്ളതൊക്കെ ഒരു മൈൻഡിൽ സബ് കോൺഷ്യസ്ലി കിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പതിയെ അവിടുന്ന് ആ ഒരു സംഭവം 4 ദിവസത്തേക്ക് നമ്മളൊരു ബ്രേക്ക് എടുത്ത് പിറ്റേ ദിവസം വന്നു മാർക്കറ്റിലിരുന്നു. അത്യാവശ്യം 6ാമത്തെ ഡ്രോ ഡൗണിന്റെ സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നമ്മൾ ട്രേഡ് എടുത്തായിരുന്നോ? തിങ്കളാഴ്ച നമ്മൾ ട്രേഡ് എടുത്തില്ല. ചൊവ്വാഴ്ചയാണ് 6ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച ദിവസമാണ് 6ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുന്നത്. തിങ്കളാഴ്ച അതേ നമ്മൾ ട്രേഡ് ചെയ്യാറില്ലല്ലോ. 6ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുന്നത്. 6ാമത്തെ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തതൊക്കെ അതായത് $40 പാസ്സാവാൻ. അവിടുന്ന് തിരിച്ച് അഗൈൻ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് $3,000 $2,000 $2,500 വേണം ഇനിയും പാസ്സാവാൻ എന്നുള്ള ലെവലെത്തി. പാസ്സാകുക എന്ന മൈൻഡ് സെറ്റ് അല്ല. നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ്, അതായത് നമ്മളൊരു ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എപ്പോഴും ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് മുന്നിൽ ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ കടന്നു പോകുന്നത്. അത് ഏത് അക്കൗണ്ട് ട്രേഡ് ചെയ്താലും. പക്ഷേ മെയിൻ അൾട്ടിമേറ്റ് ലക്ഷ്യം പാസ്സാകുക എന്നുള്ളതായിരിക്കരുത്. അങ്ങനെയാണ് ഒട്ടും കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ അക്കൗണ്ട് 5 തവണ ഡ്രോ ഡൗണിൽ പോയാലും എനിക്ക് പാസ്സാകണം എന്നുണ്ടെങ്കിൽ എൻ്റെ സെറ്റപ്പിന് വെളിയിൽ പോയോ എനിക്ക് റിസ്ക് മാനേജ് ചെയ്യാതോ ട്രേഡ് ചെയ്ത് ഒന്ന് അക്കൗണ്ട് ബ്ലോ അപ്പ് ആക്കുക അല്ലെങ്കിൽ പാസ്സാക്കുക എന്നുള്ള മൈൻഡിൽ. പക്ഷെ അതിലല്ലല്ലോ കാര്യം. അക്കൗണ്ട് പാസ്സാക്കാൻ ഒരുപാട് വഴികളുണ്ട്. സെറ്റപ്പ് ഫോളോ ചെയ്യണമെന്നില്ല, റിസ്ക് മാനേജ്മെന്റ് ചെയ്യണമെന്നില്ല. ഇഷ്ടമുള്ള രീതിയിൽ പാസ്സാക്കോ ഫെയിൽ ആക്കോ ചെയ്യാം. ഒരു ലക്ക് ട്രസ്റ്റ് ചെയ്യുന്ന പോലെ രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്ക് അതിൽ ഞാൻ അങ്ങനെ ഇപ്പൊ പാസ്സായാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. കാര്യം ഇപ്പൊ ഞാൻ ചലഞ്ച് പാസ്സായാലും ഞാനാണ് ഈ അക്കൗണ്ട് പിന്നീട് ട്രേഡ് ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? അറിയാൻ അറിയാത്തതിനെ വടി കൊടുക്കുന്ന പോലാണ്. അത് ഇപ്പൊ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കണ്ടിട്ടുള്ളത്. അവരിപ്പോ ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചലഞ്ച് പാസ്സാക്കി കൊടുക്കും. എത്ര $5,000 അക്കൗണ്ട് പാസ്സാവുന്നതിന് $250. അവർ അക്കൗണ്ട് നമ്മൾ ബൈ ചെയ്ത് കൊടുത്താൽ മതി, അവർ പാസ്സാക്കി തരും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ പാസ്സാക്കി ഇപ്പൊ നിനക്ക് കിട്ടും, അപ്പൊ ഞാൻ ഒരു അക്കൗണ്ട് നിനക്ക് പാസ്സാക്കി തരും. എങ്ങനെയാണ് പാസ്സാക്കി
നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുക, അങ്ങനത്തെ സംഭവം ഓപ്റ്റ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ വെറും എന്തിനാണ് ഇവരൊക്കെ എന്തിനിങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകാം. കാരണം പാസ്സാക്കി കൈ തരും, ബാക്കി കാര്യങ്ങൾ ചെയ്യണം നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി അവരെ പഴി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ട്രേഡിംഗ് ഒരിക്കലും നിങ്ങൾ സിമ്പിൾ വേ നോക്കരുത്. ഇതൊക്കെ ഒരു ട്രിക്കി വേ, സിമ്പിൾ വേ നോക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഓർക്കുമ്പോഴാണ് അത് ഒരിക്കലും ആ സ്റ്റുഡൻസിന്റെ ഗ്രോത്തും വേണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരെ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ മെന്റർഷിപ്പിൽ തന്നെ പറയുമ്പോൾ എൻ്റെ ലൈവ് കയറി പോയിക്കരുത്, ഞാൻ ട്രേഡ് എടുക്കുന്നത് കണ്ട് കോപ്പി ചെയ്യരുതെന്നാണ് പറയുന്നത്. കാര്യം ഞാൻ പറയാം, സെൽഫായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ബിസിനസ് ആണ് മനുഷ്യനാണ്, അടിക്കും. എനിക്ക് ലോസ് വരും, ആരും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം ഫോളോ ദ റൂൾസ് എന്നുള്ളതിലാണ് കാര്യം. ഞാൻ അതാ പറഞ്ഞത്, ഈ അക്കൗണ്ട് ഈ ഒരു ഞാൻ പറയാം നോർമൽ ഒരാളാണെങ്കിൽ 6 തവണ ഡ്രോൺ ഇപ്പോൾ അക്കൗണ്ട് എന്താണേലും രണ്ടും കൽപ്പിച്ച് ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയേനെ. രണ്ടും കൽപ്പ് അത് ഉറപ്പാ കാര്യം. അത്രത്തോളം പലതവണ വിക്കി എൻ്റെ അടുത്ത് പറഞ്ഞടാ, ഞാൻ പറഞ്ഞു നോ 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 നമ്മുടെ സെറ്റപ്പ് കാര്യം അത് വേറെ ഒരു കാര്യം അതോടെ പറയണ്ട. എന്ത് ചെയ്യും പറ, ചെയ്യും പറഞ്ഞാലും കേൾക്കും. പറഞ്ഞ് നോക്കട്ടെ, പതിയെ പറ. മറ്റേ സെറ്റപ്പിന് ഓപ്പോസിറ്റ് അതന്നെ, അത് കേട്ടോ പറയട്ടെ, ഒന്നുമില്ല, അത് ചെറിയ ഗാംബ്ലിംഗ് പരിപാടിയാ. അപ്പോഴെങ്കിൽ എന്തുവാ, എന്നിട്ടും ആ ഒരു പരിപാടി ചെയ്യാതെ ഞാൻ പറയാം, വിക്കിക്ക് ആ തോട്ട് വന്നതിലൊന്നും ഞാൻ തെറ്റ് പറയത്തില്ല. കാര്യം ഒരു ബിഗിനർ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടി, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ചലഞ്ച് ഫെയിൽ ആയാലും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. കാര്യം ഞാൻ എൻ്റെ റിസ്ക് ഫോളോ അപ്പ് ചെയ്തു, എൻ്റെ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ അതിന് പകരം ഞാൻ എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത് ഈ പറഞ്ഞ ഗാംബിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ റിഗ്രറ്റ് അടിച്ചേനെ. അതിപ്പോൾ ഞാൻ എൻ്റെ ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതായത് ഞാൻ അക്കൗണ്ട് ഫെയിൽ ആകുമ്പോഴും പാസ് ആകുമ്പോഴും ഞാൻ നോക്കുന്നത് ഞാൻ എൻ്റെ റിസ്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഫോളോ അപ്പ് ചെയ്തിട്ടാണോ ഞാൻ അത് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ടിക്ക് മാർക്ക് എസ് എന്നാണെങ്കിൽ എനിക്ക് 0 കെയർ ആണ്. എനിക്ക് ലോസ് ആയാലും കുഴപ്പമില്ല, പാസ്സായാലും വലിയ സന്തോഷം. പറഞ്ഞ് മനസ്സിലായല്ലോ, അങ്ങനത്തെ രീതിയിലാണ്. അങ്ങനെ 6ാമത്തെ ഡ്രോ ഡൗണും കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്നത്തെ ട്രേഡിംഗ് ഡേ എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടി, മാർക്കറ്റ് ഓപ്പൺ ആയി കറക്റ്റ് ഒരു ഞാൻ പറഞ്ഞാലോ, അത് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ കാണുന്ന നോട്ട്ബുക്ക് എൻട്രി പോലെ ലിക്വിഡിറ്റി എൻ്റെ സെറ്റപ്പ് അനുസരിച്ച് ക്ലീൻ ആയിട്ട് ട്രേഡ് എടുത്ത് ക്ലീൻ ആയിട്ട് ഒരു ഡേറ്റ ഹൈസിലേക്ക് ഞാൻ ടാർഗറ്റ് വെച്ചത്. കുറച്ച് ചോപ്പിയായിരുന്നു, നേരെ ഞാൻ ആഡ് ചെയ്ത പൊസിഷനിൽ എനിക്ക് കിട്ടിയില്ല. ആഡ് ചെയ്ത പൊസിഷനോട് ഒരുമിച്ചാണ് ആ TP അടിച്ചെങ്കിൽ ഞാൻ ആ ചലഞ്ച് ആ ഒരൊറ്റ ട്രേഡിൽ പാസ്സായതിനെ. പിന്നീട് ഞാൻ ഒരു ട്രേഡ് എടുത്തു. അതായത് ആ ഒരു ട്രേഡ് അത്യാവശ്യം ഒരു 2%ഓളം ഒരു 1.85%ഓളം ട്രേഡ് TP അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1%ഓ അല്ലെങ്കിൽ 0.5%. അത് ഞാൻ എനിക്കറിയാം അത്രയും ഡോളറുടെ മതി മാർക്കറ്റ്, എന്തായാലും പൊട്ടൻഷ്യൽ റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഡോളർ വേണ്ട എത്രയാണോ അത്രയും മാത്രം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു മൈക്രോ, ഇപ്പോൾ ലോസ് ആണെങ്കിൽ എനിക്ക് ചെറിയ ഡോളറല്ല, ചെറിയ റിസ്കിൽ ഞാൻ ട്രേഡ് എടുത്തത്. കാര്യം അതിന്റെ ആവശ്യമുള്ളായിരുന്നു, മെയിൻലി അത്രയും ഡോളറോടെ മതിയായിരുന്നു. അപ്പം ഞാൻ TP വെച്ചു. ഞാൻ ഇതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് അടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ എടുക്കുന്ന ട്രേഡിന്റെ ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും തോന്നി അക്കൗണ്ട് പാസ്സായി കാണോ. ഞാൻ 3 ട്രേഡ് എടുത്ത 3 TP. അപ്പൊ എന്തായാലും അവ എടുക്കാതിരിക്കത്തില്ല. അത് തന്നെ കാര്യം. അതുപോലത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ക്ലീൻ ആയിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യല്ല. ഞാൻ പലപ്പോഴും ഞാൻ ഈ ഒരു അക്കൗണ്ട് ഈ ഫ്യൂച്ചേഴ്സിലേക്ക് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഫോറക്സ് ട്രേഡർ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പുതിയതാണ് ഫ്യൂച്ചേഴ്സിൽ. അപ്പം പല ഞാൻ എൻ്റെ ഓൾഡർ സെൽഫിൽ ഞാൻ ചെയ്ത പല മിസ്റ്റേക്കുകൾ എന്നെ കിക്ക് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ. കാര്യം അതിൻ്റെ ഒരു റിലയബിലിറ്റിയാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാം, ക്ലോസ് ചെയ്യാം, കമ്മീഷനിൽ ഇതെല്ലാം എന്നെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യങ്ങൾ. ഇതൊക്കെയാണ് പലരും ഫ്യൂച്ചേഴ്സിൽ ഫെയിൽ ആവുന്നതിൻ്റെ ട്രേഡിങ്ങിൽ ഫെയിൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ. കുറച്ചുകൂടെ കംഫർട്ട് സോണിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിലൊന്നും ഞാൻ തളരാതെ പിടിച്ചു നിന്ന് മിസ്യൂസ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു സംഭവത്തിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ഗാംബിൾ ചെയ്യാമായിരുന്നു. എൻ്റെ മൈൻഡ് അത്രത്തോളം അത്രത്തോളം മൈൻഡ് ഞാൻ, അതായത് അത്രത്തോളം ലെവൽ, അത്ര $60 പാസ്സാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് പാടാ ഇങ്ങനെ, നമുക്ക് മാത്രം എന്താ ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. അത്ര ലെവലിൽ ഒരുമാതിരി മെന്റലി ഡൗൺ ആയി, സത്യം പറയാലോ. ട്രേഡ് ആ ഒരു സമയത്ത് ഒരുമാതിരി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഫീലിംഗ് ആയി. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഇവാൽ അക്കൗണ്ടാണ്. ഇപ്പം ഇത് ചെയ്യുന്നത് ഏതെങ്കിലും ബഫർ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനുള്ള ലെവലിലാണ് ചെയ്യുന്നതെങ്കിൽ ഈവൻ എൻ്റെ മറ്റേ ഇപ്പം ഞാൻ ടോട്ടൽ ഈ ഒരു അക്കൗണ്ടിൻ്റെ ചലഞ്ച് പാസ്സായപ്പോൾ ടോട്ടൽ 150K ഫണ്ടഡായി ഫ്യൂച്ചേഴ്സിൽ MFFൽ. പിന്നെ എപ്പെക്സിൻ്റെ ഒരു അക്കൗണ്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം
ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മറ്റേ ഫണ്ട് ചലഞ്ച് പാസ്സായ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള മൈൻഡിലെങ്കിലും ഇത് ഈ ഇവാലുവേഷൻ പാസ്സാക്കാൻ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഫ്യൂച്ചേഴ്സിൽ ഇത്രയും സമയം എടുത്ത് പാസ്സാക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ചിലർ ഫ്യൂച്ചേഴ്സിലേക്ക് വരാൻ മടിക്കുന്ന തന്നെ 30 ദിവസമുള്ളൂ. നിനക്ക് എന്ത് തോന്നുന്നു? 10 ദിവസം ക്ലീൻ ട്രേഡ് ആണ്. നല്ലൊരു ട്രേഡ് കിട്ടണമെങ്കിൽ 10 ദിവസം 10 ദിവസം വേണ്ട, 2-3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചലഞ്ച് പാസ്സാക്കിയിട്ടുണ്ട്. 1 ദിവസം കൊണ്ട് ചലഞ്ച് പാസ്സാക്കിയിട്ടുണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെ ഒക്കെ കാര്യം. നിങ്ങൾ ചെയ്യുന്ന റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആണോ, നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്തത് ഒരു ബ്ലെസ്സിങ് പോലെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാര്യം കുറേ എന്നെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ കുറേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാ, ഞാൻ കുറേ കാര്യങ്ങൾ ജേണൽ ചെയ്തു, കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഈ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന വഴി. റിസ്ക് മാനേജ്മെന്റിന്റെ കുറേ കൂടെ ഞാനൊരു അക്കൗണ്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ എനിക്ക് എന്തെല്ലാം നോളജ് കിട്ടി. അതെ, എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ സിറ്റുവേഷനിലെല്ലാം എന്റെ കൂടെ കടന്നു പോയെന്നുള്ള. അപ്പൊ എനിക്കറിയാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എല്ലാം ഇപ്പൊ ക്ലീൻ ആയിട്ട്. ഞാൻ ഇവനെ കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇവനെ ഇതുവരെയായിട്ടും അക്കൗണ്ട് ക്ലീൻ ആയിട്ട് എടുത്തിട്ടില്ല. ഞാൻ പലതവണ എന്നോട് ചോദിച്ചു എടുക്കട്ടെ, ഞാൻ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിന് റീസൺ എനിക്ക് തോന്നിയില്ല ഇവൻ കേപ്പബിൾ ആണ് എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ഇവനെ പറഞ്ഞു കിട്ട സമയത്ത് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള സമയത്ത് എനിക്ക് ഇപ്പം എന്തായാലും അത് കഴിഞ്ഞ് ഇവൻ അക്കൗണ്ട് എടുത്തില്ല, നാളെ ഇവൻ അക്കൗണ്ട് എടുക്കും. അപ്പം അങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ലോസിങ് സ്ട്രീക്കിൽ നിന്ന് തിരിച്ച് പ്രോഫിറ്റിലേക്ക്. ഇനി ഞാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ടിപ്സ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, ഇതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള, എന്നാലും ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്നത്, വാട്ട് ഓർ ഹാപ്പൻ, നിങ്ങളുടെ സെറ്റപ്പിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. പലരും പറയുന്ന കാര്യമാണ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു റീസൺ തന്നെ, റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം തന്നെ ആയാലും റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോലെയും നമ്മുടെ നല്ലൊരു ക്ലിയർ സെറ്റപ്പ് അല്ല എങ്കിൽ റിസ്ക് മാനേജ് ചെയ്തിട്ട് ഞാൻ ആ ട്രേഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എസ്എല്ലാവും പറഞ്ഞു മനസ്സിലായില്ല. അപ്പം സെറ്റപ്പിന് വെളിയിൽ പോകാതിരിക്കാൻ മാക്സിമം നോക്കുക. നിങ്ങൾ ട്രേഡ് എപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് സെറ്റപ്പിന് വെളിയിൽ പോയിട്ട് എടുക്കുന്ന പ്രോഫിറ്റിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു നല്ല രീതിയിൽ കൺസിസ്റ്റൻറ്റ് ട്രേഡറായിട്ട് മാറത്തില്ല. കാര്യം ഞാൻ ഉണ്ടാക്കുന്ന ഓരോ ഡോളറും എൻ്റെ സെറ്റപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു പ്രോഫിറ്റിനോടോ, അതിപ്പം വെർച്വൽ മണി ആണെങ്കിൽ ഈവൻ ചലഞ്ച് ബേസിലാണെങ്കിൽ പോലും എനിക്ക് അതിനോടൊരു സന്തോഷം വരത്തുള്ളൂ. ചില സമയത്ത് ട്രേഡ് എത്ര റൺ ചെയ്തിട്ട് TP അടിക്കാതെ തിരിച്ചൊന്ന് ബ്രേക്കിംഗ് സെറ്റ് ചെയ്താലും അക്കോർഡിംഗ് ടു മൈ പ്ലാൻ എന്നുള്ള രീതിയിലാവുമ്പോൾ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. അതേസമയം ചുമ്മാ കണ്ണും പൂട്ടി ഗാമ്പിൾ ചെയ്ത് ഒരു ട്രേഡ് പോയി SL അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് നല്ല റിഗ്രറ്റ് ആയിരിക്കും. എൻ്റെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഞാൻ അതേ നോക്കുന്നുള്ളൂ. എനിക്കിനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ഇനി ഇമ്പ്രൂവ് ചെയ്യാനില്ല. ഞാൻ എൻ്റെ ആ ഒരു എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എൻ്റെ ഞാൻ നിൽക്കുന്ന മാർക്കറ്റിൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ ഗാംബ്ലറിനെ ഞാൻ മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഗാംബ്ലേഴ്സ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റിന് വേണ്ടി റെസ്പെക്റ്റ് ഉണ്ടാകും, അത് കൊടുക്കുക. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന റിസ്ക് ഫോളോ അപ്പ് ചെയ്യുക, സെറ്റപ്പ് ഉണ്ടായിട്ട് തന്നെ മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഈ സെറ്റപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു വെപ്പൺ ഇല്ലാതെ വാറിന് പോകുന്ന പോലെ, അതായത് ജയിച്ച് ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ലോട്ടറി എടുക്കുന്ന പോലെ. അങ്ങനെ നിങ്ങൾ മറ്റേ ഭാഗ്യക്കുറി എടുക്കുന്ന ഒരു ലോട്ടറി എടുക്കുന്ന പോലെയൊക്കെ ഉള്ളു. ലൈക്ക് പിന്നെ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഒരു സെറ്റപ്പ്. ഞാൻ പറയട്ടെ, ഈ സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് റിസ്ക് മാനേജ്മെന്റ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സെറ്റപ്പ് എന്ന് പറയുന്ന ടെക്നിക്കൽ ടേംസ് FEG ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാത്രമല്ല, FEG VLP ILP മാത്രം, ഞാൻ എൻ്റെ VLP ILP എല്ലാം കൂടെ ഒരുമിച്ച് ഇൻക്ലൂഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം തന്നെ അതിൽ 6 തവണ ഡ്രോഡോണിൽ പോയിട്ട് അക്കൗണ്ട് ബ്ലോ അപ്പ് ആവാത്തതിൻ്റെ മെയിൻ റീസൺ ഒബ്വിയസ്ലി എൻ്റെ റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു ബ്യൂട്ടി, അതായത് നമ്മുടെ 2 ട്രേഡ് ആ ഒരു സംഭവം ഇല്ലേ, ആ ഒരു സംഭവം ക്ലീൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് റിസ്കിന്റെ കാര്യമാണ് മെയിനായിട്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് പോയത്. ചില സമയത്ത് ഇപ്പം ബ്ലോ അപ്പ് ആയ അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഞാൻ ടോട്ടൽ 5 അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, 6 അക്കൗണ്ട് ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് 3 എണ്ണം ചലഞ്ച് പാസ്സാണ്, 2 എണ്ണം ഫെയിലായി, ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ബ്ലോ അപ്പ് ആക്കിയ 2 അക്കൗണ്ട് അപ്പോൾ എന്താണ്, ആദ്യത്തെ അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ഈ പറഞ്ഞാൽ ഗാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ അക്കൗണ്ട്, ആദ്യത്തെ അക്കൗണ്ട് ഞാൻ ചലഞ്ച് പാസ്സാക്കി ക്ലീൻ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്തു. രണ്ടാമത്തെ അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ലെവലെത്തിയപ്പോൾ കയ്യിൽ നിന്ന് പോയി, ഞാൻ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു. ഈവൻ ഞാൻ ഈ ഒരു VLP ILP സെറ്റപ്പൊക്കെ ഉള്ള സമയത്തെ കാര്യം ഞാൻ പറയുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു അക്കൗണ്ട് സത്യം പറഞ്ഞാൽ ഓരോ അക്കൗണ്ട് ബ്ലോ അപ്പ് ആവുന്നതും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐ ഓപ്പണിംഗ് ആണ്, കണ്ണ് തുറക്കുന്ന പോലെ ഒരു പരിപാടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു, ജേണൽ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ ഈ ഒരു അക്കൗണ്ട് എടുത്ത വഴിയും കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഓൾവേസ് ഫോളോ യുവർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഈവൻ റിസ്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ
സെറ്റപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റപ്പ് പലരും പലതും പറയാൻ ഞാൻ എഗെയിൻ പറയുന്ന സെറ്റപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വാട്ട് യു ആർ സീയിങ് അതാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ട്രേഡ് കണ്ട് അത് എടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നത്. ടു ബി ഓണസ്റ്റ് അങ്ങനെ അത് പറയാം. അതാണ് ഞാൻ പറഞ്ഞ സെറ്റപ്പ് കം ഫസ്റ്റ്. അതിന് ഇപ്പം ഞാൻ പറഞ്ഞു VLP ILP പോലെ VLP മാത്രം വന്ന് പറഞ്ഞ ട്രേഡർ കാര്യത്തിൽ ILP പറഞ്ഞു. അപ്പം ഇത് രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് ഒരു ബ്യൂട്ടിഫുൾ സെറ്റപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ഇതിന് രണ്ടായിട്ട് നിൽക്കാൻ കഴിയില്ല. റിസ്ക് മാനേജ്മെന്റിനും സെറ്റപ്പിനും രണ്ടുകൂടെ ഒരുമിച്ച് പ്ലേ അപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് സെറ്റപ്പാണ്. ഇപ്പം മാർക്കറ്റിലോട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് അവിടെ നിങ്ങളുടെ സെറ്റപ്പ് ഫോം അപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട പാറ്റേൺ നിങ്ങളുടെ ട്രേഡ് അനുസരിച്ചിട്ടാണെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന സെറ്റപ്പ് അല്ല നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് കണ്ടു എന്നുള്ളത്. ഇതാ ഞാൻ നമ്മുടെ മെന്റർഷിപ്പിലുള്ള ആൾക്കാരോട് ഫസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ 2 months ഡേറ്റ കളക്ട് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ സെറ്റപ്പ് എത്രത്തോളം ക്ലിയർ ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ അക്കൗണ്ട് എടുക്കാവൂ. പറയുന്നതിന് മെയിൻ റീസൺ ഇതാ. ഞാനിപ്പം അന്നിടയ്ക്ക് അക്കൗണ്ട് എടുത്തല്ല, ഞാൻ ഇതിനിടയ്ക്കൊക്കെ എനിക്ക് എത്ര അക്കൗണ്ട് എടുത്ത് കളയായിരുന്നു. ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. ഇവൻ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇവനെ ഞാനത് നിർബന്ധിക്കാനും പോലെ അളന്ന അക്കൗണ്ട് എടുക്കാം ഇല്ല, വേറൊരു പ്രാവശ്യം പറഞ്ഞ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ എടുക്കണം. അതിന് റീസൺ ഉണ്ടെന്ന് ഇവൻ അറിയാം. കാര്യം ഇവൻ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എടാ ഞാൻ ഈ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ എന്താണ് ഈ ഇവൻ എന്നോട് ഈ 6 തവണ ട്രോണി പോയപ്പോഴും എടാ ഇതെല്ലാം ഞാനും മാനേജ് ചെയ്യേണ്ടതെന്ന് ഓർക്കുമ്പോഴാണ് ഇവന് പേടി വരുന്നത്. അല്ലേ? എന്താ ഒരു പോഷൻ പറയാനുള്ളത്? ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു മാസത്തോളം ഞാൻ ഈ 100 ഫ്യൂച്ചേഴ്സിൽ അക്കൗണ്ട് എടുത്ത് അത് പാസ്സാവുന്നവർ ആ ഒരു ജേർണിയിൽ ഞാൻ ബിജിനോടുണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സെറ്റപ്പ് ഫോളോ ചെയ്യുക, റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോവുക, ഒരു ഹെൽത്ത് നിങ്ങൾ നല്ലപോലെ, മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര നിങ്ങൾ വിചാരിക്കും പോലെയല്ല, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകും, എല്ലാ കാര്യവും നടക്കും. പിന്നെ സക്സസ് ഒരിക്കലും ആർക്കും പറയാൻ നിൽക്കരുത്. നമ്മൾ എന്തോ കാര്യം ചെയ്യുവാണെങ്കിലും ആർക്കും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വയം മനസ്സിനകത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. റിയലൈസ് ഞാൻ പറഞ്ഞ ഞാൻ ഒരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞു നിർത്തി. ഇവനെല്ലാം എന്നെ തന്നെത്താൻ പഠിച്ച് ഗ്രാസ്പ് ചെയ്തെടുത്ത കാര്യമാണ്. അതാ ഞാൻ പറയുന്നത്, ട്രേഡിങ് ആരെയും ഒന്നും പഠിപ്പിച്ചോട് പാത്ത്. ഇപ്പം ഞാൻ ഇവനെ പാത്ത് ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ മെന്റർഷിപ്പിൽ ഓരോ ആൾക്കാരെ ഞാൻ പാത്തിൽ കൂടെ നടത്തുന്ന പോലെ അത് പറ്റും. പക്ഷേ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ പാഠങ്ങൾ. ആക്ച്വലി സത്യം വലിയൊരു കാര്യമാണത്. അത് ഇപ്പം ഏതൊരു സ്കില്ല് പോലെ അല്ല, ഞാൻ പലപ്പോഴും പറയുന്നില്ല, ട്രേഡിങ് ഹാസ് സംതിങ് എൽസ് ടു ഡു വിത്ത് യുവർ മെൻ്റൽ ഹെൽത്ത്. ഞാൻ ഒരു ഓപ്പണായിട്ടൊരു കാര്യം പറയാം, നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം എൻ്റെ ലൈഫിൽ പല പ്രോബ്ലംസും ഫാമിലി പ്രോബ്ലംസും എല്ലാം ഉണ്ടാവാറുണ്ട്. എന്നും പറഞ്ഞിട്ട് എന്താ എനിക്ക് ട്രേഡ് ചെയ്യാൻ ഇത് ഇപ്പോഴും ഇന്ന് രാവിലെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മെമ്പർഷിപ്പില്. ആള് നല്ല രീതിയിൽ മെന്റലി ഡൗൺ ആയിട്ടാണ് വിളിച്ചത്. ഞാൻ ആളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എനിക്കറിയാം ആർക്കാ പ്രോബ്ലം ഇല്ലാത്ത, എൻ്റെ ആളുടെ പ്രോബ്ലം ഒക്കെ പറഞ്ഞു, എനിക്കറിയാം പ്രോബ്ലം ഇല്ലാത്ത ആരെയും ലോകത്തുള്ള എല്ലാവർക്കും പ്രോബ്ലം ഉണ്ട്. അംബാനിക്ക് ആളുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഒരു ട്രേഡർ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ, നമ്മൾ ഇതിനെ മാനേജ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് വന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ്റെ കാര്യം എല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ടൈമിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ ഒരു കാര്യം. ടൈം ആണല്ല. ഞാൻ എനിക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം മാർക്കറ്റിൽ ഇരിക്കണം എന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ഈ കാര്യം വന്ന് പറയുന്നുണ്ടെങ്കിൽ, സത്യം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ബീച്ചിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് ഞാൻ രണ്ടാമത് നോക്കും. ഞാൻ റിപ്ലൈ പോലും കൊടുക്കില്ല. ഞാൻ അങ്ങ് നോക്കുന്ന ഒരാളാണ്. ഇപ്പം അതിന്റെ ആവശ്യമില്ല. ടൈം ഫ്രീഡം ആണ് ഈ സെറ്റപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്, ട്രേഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് വെച്ച് ഫ്ലെക്സ് ചെയ്യുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാതെ മണിയൊക്കെ സെക്കൻഡ്, ഞാൻ പറയട്ടെ, മണി ഇതിന്റെ ഒരു റിവാർഡ് മാത്രം, ഔട്ട്കം മാത്രമാണ്. നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ റിവാർഡ് മാത്രം. ആക്ച്വലി അത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും അതല്ല ഫ്ലെക്സ് ചെയ്യുന്നത്. ആക്ച്വലി ടൈമാണ് ഏറ്റവും, ടൈം ഫ്രീഡം ആണ് ഫ്ലെക്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പം ഇഫ് എനിവൺ പ്ലാനിങ് ടു ഡു ഫ്യൂച്ചേഴ്സ്, ഗോ ഫോർ ഇറ്റ്. ഡോണ്ട് തിങ്ക് നമുക്ക് 30 days ഉള്ളൂ, സബ്സ്ക്രിപ്ഷൻ ബേസ് ആണല്ലോ, പാസ്സാവാൻ പണി ഇല്ല, ഒരിക്കലും അല്ല. ഈവൻ 6 തവണ ഡ്രോണിൽ പോയി അക്കൗണ്ട് ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനത്തോളം നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് അതിനകത്ത് ചെയ്യാൻ കഴിയുന്നുള്ളത്. അപ്പം എഗൈൻ ആ 6 തവണ ഫ്ലെക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെന്റലി അത്രത്തോളം ഡൗണിൽ പോയിട്ടുണ്ടെങ്കിലും സ്ട്രഗിൾ ചെയ്ത് പല തവണയും അക്കൗണ്ട്. കാരണം നമ്മൾ ജിമ്മിൽ പോലെ പോലും വർക്കൗട്ട് പോലും നമ്മൾ ഒരിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ മെന്റലി അതായത് ആ ലെവലിൽ എത്തിയിട്ട്, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്രത്തോളം എക്സ്ട്രോഡ് ലെവലിൽ പോയിട്ട് തന്നെ ഞങ്ങള് അപ്പോൾ ഒരു തീരുമാനം എടുത്ത് അതിനപ്പുറം ചെയ്യത്തില്ല. സെറ്റപ്പിനപ്പുറം റിസ്ക് മാനേജിനപ്പുറം ഒരു സംഭവം ചെയ്യത്തില്ല. ആ ഒരു തീരുമാനത്തിന്റെ റിസൾട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. എനിക്ക് കിട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ. ഫെയിൽ ആയെങ്കിലും ഐ എം സോ ഹാപ്പി വിത്ത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഫെയിൽ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്ക് ഈ ഒരു ചലഞ്ച് പാസ്സായതിന് സന്തോഷമാണോ? അല്ല, ഞാൻ ന്യൂട്രലാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. ലൈക്ക് ഞാനിപ്പോൾ ഇത് ചെയ്ത് തഴമ്പിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പം തന്നായാലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരിക്കലും ട്രേഡിങ് അധികം ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അത്ര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. കാര്യം ഞാനിത് കണ്ട് ചെയ്ത് പരിചയമായത്. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തണം. ഒരു പ്രോഫിറ്റ് വരുമ്പോൾ സന്തോഷവും ലോസ് വരുമ്പോൾ വിഷമവും എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒറ്റ ഒരു സമയത്ത് മാത്രമേ ഞാൻ മെന്റലി ഡൗൺ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ $40 വരെ എത്തിയിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് SL ഹിറ്റ് ചെയ്ത് ഇവിടെ പാസ്സാവാനുള്ളായിരുന്നു. അത് തിരിച്ചു വയസ്സിൽ ആ ഒരു സമയത്ത് ഞാൻ മെന്റലി ഡൗൺ. പിറ്റേ ദിവസം ട്രേഡ് ചെയ്യുന്ന സമയത്തായാലും പല തോട്ടുകൾ എൻ്റെ മൈൻഡിൽ വന്നു. ഒരു $800 പാസ്സാവാനുള്ളൂ, റിസ്ക് കൂട്ടിയിട്ട് ചെയ്താലോ എന്നൊക്കെ തോട്ടുകൾ തന്നെ. പക്ഷെ നമുക്ക് ആദ്യം $600 മാത്രം മതിയായിരുന്നു. പിന്നെ 800 ആയി. പിന്നെ ഒരു പ്രാവശ്യം 2000 എത്തി. ലാസ്റ്റ് ചലഞ്ച് പാസ്സാക്കുന്നതെന്ന് പറയുന്നത് $2000 വേണമായിരുന്നു. അപ്പോൾ ആ ഒരു 1 ഡേ നല്ല 3 ട്രേഡ് കിട്ടി, 2 ട്രേഡ് കിട്ടി. മൂന്നാമത്തെ 2 TP. അങ്ങനെ അത് എൻ്റെ റിസ്കിനനുസരിച്ച് വന്ന് ക്ലീൻ ആയിട്ട് കിട്ടി, ട്രേഡ് എടുത്തു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു ഒറ്റ ദിവസം ട്രേഡ് മതി ടോട്ടലി ചലഞ്ച് പാസ്സാവാനായിട്ട്. പറഞ്ഞ് മനസ്സിലായി. അപ്പം ഞാൻ വേറെ ഡാഷ്ബോർഡ് ഇവിടെ വേണമെങ്കിൽ വേറൊരു സംഭവം ഇവിടെ കാണിച്ചു തരാം, നോക്കട്ടെ പറ്റുമെങ്കിൽ. അതിനകത്ത് 3 ദിവസം ചലഞ്ച് പാസ്സായ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ ഇക്വിറ്റി കർവ് ക്ലീനാണ്. അപ്പം അതും ഇതോടെ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. രണ്ടുകൂടെ ഞാൻ കാണിച്ചു തരാം. ഈ അക്കൗണ്ട് എന്തോ കുറെ കാര്യങ്ങളല്ല, കുറെ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് നീ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് പാസ്സാവണ്ടടാ, നീ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കും. അത് നീ ഉണ്ട്. ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ യൂണിവേഴ്സ് ആൻഡ് ഇൻ എനർജി. എനിക്ക് സത്യം എനിക്ക് ഒരു ഈ 6 ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്ട്രഗിളും ഒക്കെ എനിക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റി. ഞാൻ പറയട്ടെ, അതായത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നീ ഇപ്പൊ ചെയ്തു, നീ കുറെ സ്പിരിച്വലി ഇമ്പ്രൂവ് ആയി. അപ്പൊ യൂണിവേഴ്സ് ഈസ് വാണ്ട് ടു ടീച്ച് യു സംതിങ് ബൈ ഡൂയിങ് ദിസ്. നീ ഇപ്പൊ പെട്ടെന്ന് പാസ്സായി, നിന്റെ മൈൻഡിൽ പെട്ടെന്ന് ഇത്രേ ഉള്ളൂ ഫോർ റെഡി, ആ ലാഘവത്തോടെ നീ വരും. ഈവൻ ഞാൻ ഇതിന് മുന്നേ ചലഞ്ച് പാസ്സായത് 3 ദിവസം കൊണ്ടാന്ന് ഞാൻ പറഞ്ഞു, 2 ദിവസം കൊണ്ട്. അപ്പൊ നീ ആ ഒരു ടൈമിലായിരുന്നു ഈ സെയിം സാധനം നീ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, അവൻ 2 ദിവസം കൊണ്ട് പാസ്സായില്ല എന്നോട്ട്. പക്ഷെ ഇത്രയും സ്ട്രഗിളിൽ കൂടെ പോയ ഒരാളാണ്, പോയ ഒരു കൊണ്ട് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, സെറ്റപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പല തവണ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാതിരുന്ന സമയത്തും ഫോളോ അപ്പ് ചെയ്ത സമയത്ത് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നിനക്ക് വന്നപ്പോഴും എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളതെല്ലാം എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം വലിയൊരു കാര്യമാണ്. സോ അത്രയേ ഉള്ളൂ പറയാൻ. ടിപ്സ് ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ജസ്റ്റ് ഹാവ് എ ഗുഡ് സെറ്റപ്പ്. അതിൽ നോ ഡൗട്ട് ഞാൻ അഗൈൻ ഞാൻ പറയും, അതിപ്പം ഏത് സെറ്റപ്പ് ആവാം. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം, എങ്ങനെ നിങ്ങൾക്ക് തന്നെത്താൻ ചാർട്ട് കുത്തിയിരുന്ന് സെറ്റപ്പ് ഇല്ല. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബട്ട് യു നീഡ് ടു ഹാവ് എ സോളിഡ് റെക്കോർഡ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ബാക്ക് ടെസ്റ്റിൽ ഇത്ര വിൻ റേറ്റ്, ഫോർവേഡ് ടെസ്റ്റിൽ ഇത്ര വിൻ റേറ്റ്, അതേപോലെ തന്നെ മാർക്കറ്റിൽ എത്രത്തോളം നിങ്ങൾക്ക് ഈ ടൈം ഇത് കാണാൻ കഴിയുന്നു, ഇതിന്റെ എല്ലാ ഒരു സോളിഡ് റെക്കോർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജേർണൽ ചെയ്യുക, ഓരോ മിസ്റ്റേക്കും എല്ലാം എഴുതി വെക്കുക, ഒന്നുപോലെ മിസ് ചെയ്യരുത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സക്സസ് നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിലും ലോസസ് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ റിസ്ക് നിങ്ങൾ ബ്ലോക്ക് ആക്കിയ അക്കൗണ്ട്സിനെ പറ്റി നിങ്ങളൊരു വീഡിയോ സെൽഫായിട്ട് തന്നെ സംസാരിക്കുക. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇത് ഞാൻ പറഞ്ഞിട്ട് യു കനോട്ട് ലേൺ ഫ്രം യുവർ വിൻ ആക്ച്വലി. അതായത് വേറെ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സക്സസ് ആയ ആൾക്കാരുടെ അടുത്ത് പോയല്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ എങ്ങനെ ഫെയിലായ ആൾക്കാരുടെ അടുത്ത് ഹൗ ദേ ഫെയിൽഡ്, എങ്ങനെയാണ് അവർ ഫെയിലായെന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അതായത് ആ ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പ് വരുന്ന ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ചെയ്യുന്ന എൻ്റെ ഞാൻ ചെയ്ത ഫണ്ടഡ് അക്കൗണ്ടുകളൊക്കെ ചെയ്ത് എത്രത്തോളം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് എത്രത്തോളം മണ്ടത്തരങ്ങൾ കാണിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. കാര്യം അവർ ആ സെയിം മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കാണ് നഷ്ടം. ഒരിക്കലും അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി ഇത്ര ക്ലീൻ ആയിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത്രയും നാളായിട്ടും ഇതിലധികം അലമ്പുണ്ടാവാത്തതും അത് അത്രത്തോളം സെലക്റ്റീവ് ആവുന്നത് കൊണ്ടും ആൾക്കാർ ഇത്രത്തോളം സെലക്റ്റീവ് ആയിരിക്കണം. എല്ലാ കാര്യത്തിലും സെലക്റ്റീവ് ആയിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഈ VLP-യുടെ എന്റെ കമ്മ്യൂണിറ്റി വേണമെങ്കിൽ പല തവണ ഓപ്ഷൻസ് വന്നേ നമ്മൾ കാണുന്നില്ലയോ. ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1400 രൂപയ്ക്ക് 149 രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്യും കണക്കാം. 199 രൂപയ്ക്കും വരെ ട്രേഡ് പഠിക്കാൻ ആൾക്കാരുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഒരു അങ്ങനത്തെ ഒരു ഫീൽഡില് ഞാൻ വേറിട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുക. വരുന്ന ഒരാൾ 199 രൂപ ആണെങ്കിലും അയാൾ തരുന്ന ക്യാഷിന് നമ്മൾ കൊടുക്കുന്ന സംഭവം വേർത്തായിരിക്കണം.
വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പം പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇപ്പം ഈ മെൻറ്റർഷിപ്പിന് ഞാൻ മേടിക്കുന്ന ഫീ എനിക്ക് പലതവണ റിഗ്രറ്റ് അടിക്കാറുണ്ട്. ഞാൻ എന്തോ എൻ്റെ ഓർഡർ സെൽഫിനെ അത്രത്തോളം കുറച്ചാണ് കാണുന്നത്, എന്നിട്ടും ഞാൻ പ്രൈസ്ലെസ് ആക്കുവാൻ വിചാരിക്കുക. ശരിയാ. അതെ, ഞാൻ പറയട്ടെ, ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ ബിൽഡ് ചെയ്തൊരു സെറ്റപ്പ് ഒരു ക്യാപ്സൂൾ ഫോമിൽ നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളതെടുത്താൽ മതി. എനിക്ക് അസൂയ പല സമയത്തും ഉണ്ടാവാറുള്ളത്, വലിയൊരു കാര്യം അത്. അതെനിക്ക് ഇപ്പം തന്നെ നീ അല്ല ഞാൻ പറയാണ് ലൈക്ക് യാ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എന്നിട്ടും ആൾക്കാർ പഠിക്കാത്ത ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ ബ്ലെസ്സിങ് അതാണെന്ന് പറയാം. അങ്ങനെയും പറയാം. യാ, സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പം ഇന്നലെ എന്തോ ചേട്ടാ, ഇന്ന് ഇന്നലെ തിങ്കളാഴ്ച ട്രേഡ് എടുത്തില്ല, ട്രേഡ് ഇല്ലാത്ത ഡേ ആണ്. പിന്നെ ഞാൻ ഇന്ന് മുതൽ മറ്റേ അക്കൗണ്ടിൽ ആഡ് ചെയ്ത് പാസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇനി അങ്ങോട്ട് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക, അടുത്ത ചലഞ്ച് അക്കൗണ്ട് എടുക്കുകയാണ്. ഇന്നോ നാളെ അടുത്ത അക്കൗണ്ട് ഞാൻ എടുക്കും. ഞാൻ 2-3 അക്കൗണ്ട് എടുക്കും, കോപ്പി ട്രേഡ് ചെയ്യാനാണ് എനിക്ക് അടുത്ത പ്ലാന്. പിന്നെ MFFU തന്നെയാണ്, ടോപ്പ് സ്റ്റെപ്പിലേക്ക് ഞാൻ ലീൻ ചെയ്യുന്നുണ്ട് പതിയെ. പിന്നെ എൻ്റെ ലക്ഷ്യം, പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇവിടെ നമുക്ക് റീസെറ്റ് ഒക്കെ ഉണ്ടായിട്ട് തന്നെ മാക്സിമം ഫണ്ട് എടുക്കാനായിട്ട് മാക്സിമം അതിനകത്ത് നോക്കുക. നിങ്ങൾ ബഫർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് 1-2 അക്കൗണ്ട് അങ്ങനെ തന്നെ എയിം ചെയ്ത് നിങ്ങൾക്ക് പതിയെ സ്കെയിൽ ചെയ്ത് മുമ്പോട്ടുണ്ടോ. പക്ഷേ മാക്സിമം നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അതായത് ആ മണി ഒന്നും ഒറിജിനൽ അല്ല, നിങ്ങൾ സിമുലേറ്റഡ് ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്യുന്നത്. ആ കാണുന്ന നമ്പേഴ്സ് എല്ലാമേ ഡെമോ എമൗണ്ട് ആണ്, ലൈവ് അക്കൗണ്ട് കിട്ടുന്നവരെ. അതിനകത്ത് തന്നെ അവർ എക്സ്പോസ് ചെയ്യുന്ന സിമുലേറ്റഡ് ക്യാപിറ്റൽ, ഇവാല്, സിമ്മ്, പിന്നെ ലൈവ്, അതായത് സിമുലേറ്റഡ് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നമുക്ക് വിഡ്രോൾ കിട്ടും. ബട്ട് സ്റ്റിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ മെയിൻലി പറയാം, ബഫർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. $1,000 $1,200 $1,500 ആവുന്ന സമയത്ത് വിഡ്രോ ചെയ്യുക, അക്കൗണ്ട് ബ്രീച്ച് ആവും, ശരിയാ. പക്ഷേ അടുത്ത റീസെറ്റ് നമുക്കറിയാം നമ്മൾ എങ്ങനെ ചലഞ്ച് പാസ്സായി. ഇപ്പം തന്നെ അതിൽ നല്ല ഓഫർ കിട്ടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഈ കഴിഞ്ഞ ജൂലൈ മന്ത് റൺ ചെയ്ത് കണ്ടോ, 50% ഓഫറിലാണ് സ്റ്റാർട്ടർ പ്ലാൻ കൊടുത്തത്. $48 കൊടുത്തിട്ട് നമുക്ക് $1,200 വിഡ്രോ ചെയ്യാം. ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ചിന്തിക്കുകയാണെങ്കിൽ അല്ലേ, എത്രത്തോളം ഇരട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈസായിട്ട് ചിന്തിക്കുക, ബുദ്ധിപരമായിട്ട് നോക്കിയിട്ട് എടുക്കുക. എല്ലാത്തിൻ്റെ ഉപരി ഹാവ് എ ഫെയ്ത്ത് ആൻഡ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ സെൽഫ്. നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഈഗോ മാറ്റി വെക്കുക. നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് പറ്റത്തില്ലെന്ന് തന്നെ മനസ്സിൽ വെക്കുക. അല്ലാതെ ഇപ്പോൾ അവിടെ മോട്ടിവേഷൻ കുത്തി കയറ്റിയിട്ട് ചുമ്മാ പറ്റാത്ത കാര്യങ്ങൾ വലിയ ഷോ ഓഫ് കാണിക്കാതിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കുക. എനിക്കിത് കുറച്ചുകൂടെ സമയം എടുക്കും, അല്ലെ എനിക്കിനി കുറച്ചുകൂടെ സമയം വേണം, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ എന്നൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നിടത്ത് തന്നെ നമ്മുടെ ഈഗോ മാറി നിൽക്കും. ആ ഈഗോ ഇല്ലാത്തവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. പിന്നെ ട്രസ്റ്റ് ചെയ്യുക, സെറ്റപ്പിനെ ട്രസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്കം മാത്രമേ നിങ്ങൾ എൻജോയ് ചെയ്യാവൂ. ഗ്യാമ്പിൾ ചെയ്ത് കിട്ടുന്ന ക്യാഷ് ഒരിക്കലും നിങ്ങളുടെ ഡോപ്പമൈൻ കിക്കിനെ ഇൻക്രീസ് ചെയ്യരുത്, ഡോപ്പമൈൻ കിക്ക് ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്കാണ് നിങ്ങളുടെ. അങ്ങനെ പോയ ഒരുപാട് ഞാൻ ട്രേഡിങ്ങിൽ ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ട്രേഡിങ്ങിന് മുമ്പ് തന്നെ കണ്ടു. ഞാൻ ഇത് ബിസിനസ് മീറ്റ് ചെയ്യുന്ന മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് സൈക്കാട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേര് ഇതുപോലെ കണ്ടിട്ടുണ്ട്. പൈസ കളഞ്ഞിട്ട് വരുന്നത്, പിന്നെ 40 ലക്ഷം 50 ലക്ഷം രൂപ ഗ്യാമ്പിൾ ചെയ്ത് കളയുന്നവരെന്ന് ആലോചിച്ചു നോക്ക്. അത് നമ്മളെ മറ്റേ ആഡിലൊക്കെ വരുന്ന റമ്മിയും, മനസ്സിലായോ? അങ്ങനെയൊക്കെ 10 പോയി കഴിഞ്ഞാൽ 10 തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാര്യമില്ല അതിലൊന്നും. ഞാൻ പറഞ്ഞിട്ട് ട്രേഡിങ് ഇങ്ങനത്തെ ഒരു ഫീൽഡാണ്. ട്രേഡിങ്ങിൽ ഇഷ്ടം പോലെ പൈസ കളയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില കൂട്ടം ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് ദേ ആർ നോട്ട് മേക്കിംഗ് എനി മണി. പക്ഷെ അവർ ഭയങ്കര കോൺഷ്യസ്, അവർ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയിലും. അവർ പറയും, ബ്രോ ഇന്ന് വരെ ഞാൻ പൈസ ഒന്നും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ഇന്ന് വരെ പൈസ ഒന്നും ട്രേഡിങ് വേണ്ടി കളഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാം ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റാണ്, ഇവിടെ പൈസ പോകാനും ചാൻസ്. റിയലൈസ് ചെയ്തെന്നവരാ സത്യം പറഞ്ഞാൽ നല്ലത്. ചിലരുണ്ട് ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോഴേ നേരെ കൊണ്ടുപോയിട്ട് ലോൺ എടുത്തോ, അല്ലെ സ്വർണം പണയം വെച്ചിട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പൈസ ഉണ്ടാക്കി ഇൻവെസ്റ്റും. അങ്ങനത്തെ ട്രേഡിംഗ് എന്ന് പറയുന്നതിനെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാത്തതും ചൈൽഡിഷ് ആയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ. എന്നെ സംബന്ധിച്ച് നോക്കുന്നത് എൻ്റെ ചോറാണ്, ഇതെൻ്റെ അന്നമാണ്. അപ്പം ഞാനതിനെ അങ്ങനെ തന്നെ കാണും. ലൈക്ക് എന്നെ ഫീഡ് ചെയ്ത് എന്നെ ഞാനാക്കി മാറ്റിയതാണിത്. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ റൂൾസിന് അഗൈൻസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന എൻ്റെ ഓൾഡർ സെൽഫിനോട് ഞാൻ ചെയ്യുന്ന ചതി എന്നുള്ള. ഞാനിപ്പോൾ വിചാരിക്കുന്ന എൻ്റെ പഴയ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ട്രേഡിംഗ് റൂമിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം. പണ്ട് ദുബായിൽ വർക്ക് ചെയ്ത് ട്രോളി തള്ളിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ. കാര്യം അതെന്നെ മോട്ടിവേറ്റ് ചെയ്യും പല സമയത്തും. എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരും വേണ്ട, എന്നെ തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി. ഞാൻ എന്നെ പൊക്കി പറയല്ല, പക്ഷേ സ്റ്റിൽ ഞാൻ പറയാം, എങ്ങനെ നിന്ന ഒരാൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3-4 പേര് എന്നെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് പേര് എന്നെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ,
എങ്ങനെയായിരിക്കും, ഐ മീൻ എങ്ങനെയാണ് ഞാൻ വന്നത്, ഇനിയിപ്പോൾ ഞാൻ പക്കാ ഫക്ഡപ്പായിട്ട് ലോയിൽ പോയി കഴിഞ്ഞാലും എനിക്കറിയാം എൻ്റെ ഈ കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഞാൻ എന്താ ചെയ്തത്, ഇതുവരെ ആയത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഒരു അക്കൗണ്ട് ബ്രീച്ച് ആകുന്നു, ഒരു അക്കൗണ്ട് പാസ്സാകുന്നൊന്നും അല്ല, ഇതിനകത്തൊന്നും വലിയൊരു കാര്യമേ അല്ല. പിന്നെ അതൊക്കെ ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് പറയാം. ഒരു ട്രേഡറിൻ്റെ ഒരു ചലഞ്ച് അക്കൗണ്ട് പാസ്സാകുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ കാര്യമൊന്നും അല്ല, ഒരു പേവട്ട് എടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഒക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പേവട്ട് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. ഇപ്പോൾ ഫോളോ യുവർ സെറ്റപ്പ്, ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ സെൽഫ്. എല്ലാ ക്രാപ്പിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഇൻ ദിസ് ഫീൽഡ്, ലിറ്ററലി നോ ഷോർട്ട് കട്ട്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. പിന്നെ ഫേക്ക് ആയിട്ടുള്ള ഡോപ്പമൈൻ കിക്കിനെയൊക്കെ മാറ്റി വെക്കുക, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊന്ന് മാറി നിൽക്കുക. പ്രയോറിറ്റൈസ് ചെയ്യുക മെൻ്റൽ ഹെൽത്ത്. നിങ്ങളുടെ സർക്കിള് ചെറുതാണെങ്കിൽ പോലും ആ ഒരു സർക്കിള് പക്കയാവാനായിട്ട് നോക്കുക. നിങ്ങളുടെ ആൾക്കാർ, നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ ആണ് നിങ്ങളാവുന്നത്. നിങ്ങൾ വായിക്കുന്ന ബുക്കാണ് നിങ്ങളാവുന്നത് ഫ്യൂച്ചറിൽ. നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ് നിങ്ങളാകുന്നത്. നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാം, അതായത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഔട്ട്കമ്മാണ് നാളത്തെ നിങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നാളത്തെ ഞാനായി മാറുകയാണ്. അത് വലിയൊരു കാര്യമാണ്. അപ്പം ക്വാളിറ്റി ടൈം, ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ നോക്കുക, ക്വാളിറ്റി ആൾക്കാരോട് സംസാരിക്കാൻ നോക്കുക. ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു സർക്കിള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആയി. എന്നോട് പല ആളുകൾ ഇപ്പോൾ വീഡിയോയുടെ ലിങ്ക്സ് നല്ലപോലെ ആവുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് പലരും ചോദിക്കാനുള്ള കാര്യം, ബ്രോ എന്താ ട്രേഡിംഗ് ഡിസിപ്ലിൻ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. ലൈഫിൽ ഡിസിപ്ലിൻ ആയ നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക, ബാക്കിയെല്ലാം ഭയങ്കര പാടാണ്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ രാവിലെ എണീച്ച് ജിമ്മിൽ പോകുന്ന പോലെ അല്ല ഡിസിപ്ലിൻ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പലതവണ ഇപ്പം തന്നെ ആയാലും ഞാൻ ചില സമയത്തൊക്കെ പക്കാ ഡൗണിൽ പോയിട്ട് എനിക്ക് ജിമ്മിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ മെൻ്റലി വരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ ഡിസിപ്ലിൻഡ് അല്ല. ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളുണ്ട്. കാര്യം ഞാൻ ഡിസിപ്ലിൻഡ് അല്ല. ഞാൻ ലൈഫിൽ ഇപ്പം ഞാൻ അത്ര ഒരു നല്ലൊരു സിറ്റുവേഷനിലല്ല ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് എന്നെ എഫക്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാക്കി ഞാൻ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ട്. ആ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയട്ടെ, ഒരു സെൽഫ് റിയലൈസേഷനും ഒരു ഫ്രീ വില്ലും നമുക്കുണ്ട്. നമുക്ക് ഞാൻ പറയട്ടെ, നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഫ്രീ വില്ലുണ്ട്. നമുക്ക് ഫ്രീ വില്ലുണ്ട്. നമുക്കിപ്പം മാർക്കറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്, അതാണ് അഡ്വാൻറ്റേജ്. അത് നമുക്ക് സെല്ലും ചെയ്യാൻ ബൈയും ചെയ്യാം. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഫ്രീ വില്ലാണ് നമുക്ക്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും, നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലാതെ ഇതിനകത്ത് വേറെ മാജിക് സ്പെല്ലൊന്നും ഇല്ല. ആക്ച്വലി ഡിസിപ്ലിൻ ഈസ് ദ സ്പെൽ. അത് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. ഡിസിപ്ലിൻ ഈസ് ദ കീ ടു സക്സസ്. അത് തന്നെ. അതൊക്കെ വലിയൊരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം ഫക്ഡപ്പ് ആയിക്കോ, പക്ഷേ നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ യു വിൽ സക്സീഡ് ഇൻ വൺ ഡേ ഇൻ യുവർ ലൈഫ്. അത് ഉറപ്പാണ്. നീ എത്രത്തോളം നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം തന്നെ എല്ലാ ഡിസിപ്ലിൻഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലെങ്കിൽ ട്രേഡിങ്ങിൽ സക്സസ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു നല്ലൊരു സെറ്റപ്പിൽ കോൺഫിഡൻ്റ് ആവുക. ഈ സെറ്റപ്പ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഡ്ജ് ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഫൈനലി ഇതാണ് എൻ്റെ സെറ്റപ്പ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു എഡ്ജ് ഓൾറെഡി ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക, അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. ലൈക്ക് ഹൗ ഐ ഡു. ഇപ്പോൾ മെയിൻലി 2 months ഡേറ്റാസ് ഒന്നും ഇല്ല, എനിക്കറിയാം, ഒന്നും അല്ല ട്രേഡിങ്ങിൽ. പക്ഷേ സ്റ്റിൽ ഞാൻ അതേ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കത്തുള്ളൂ എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള കാര്യം. അതിൻ്റെ ആവശ്യമുള്ളൂ. ബിക്കോസ് ബാക്ക് ടെസ്റ്റിംഗ് ഡേറ്റയും ലൈവ് ട്രേഡിംഗ് ഡേറ്റ എല്ലാം ഓൾറെഡി അവരുടെ ഉണ്ട്. ഈ 2 months ഡേറ്റ എടുപ്പിക്കുന്നത് തന്നെ മെയിൻലി ഇവരുടെ കണ്ണിൽ ഇത് കാണണം. ഇപ്പം ഞാനിനി എത്രത്തോളം വിന്നിടാ ഇതിങ്ങനെ ചെയ്താൽ അടിപൊളിയാണെന്ന് ഇവനിപ്പോൾ പറഞ്ഞു കൊടുത്താലും കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ അത് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 months ഡേറ്റാസ് ഞാൻ കളക്ട് ചെയ്യുന്നത്. 2 months, ചിലർക്ക് 1 month കൊണ്ട് തന്നെ അവർ റിയലൈസ് ചെയ്ത് ഓക്കെ ആയിട്ട് സെറ്റപ്പ് ആവുന്നുണ്ട്. ചിലർക്ക് 3 മാസം 4 മാസം കൊണ്ട് തന്നെ ഡേറ്റ കളക്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്. ചിലർക്ക് അതിൽ കൂടുതൽ ഡേറ്റ ഞാൻ കളക്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്. ഹാഫ് ഇയർ 6 മാസത്തോളം ഡേറ്റ കളക്ട് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്. കാര്യം എങ്കിലും അവർക്ക് ആ സ്വന്തമായിട്ട് ആ ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ. ഞാൻ പറയാം, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്ന വരെ നിങ്ങൾ ഈ മാർക്കറ്റിൽ 1 രൂപ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഞാനും തമ്മിൽ ബന്ധമില്ല എന്ന് ഞാൻ പറയും. കാര്യം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതല്ല, ഈ ഫ്ലോപ്പ് അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. ഹാവ് എ ഗുഡ് ട്രേഡിംഗ് ഡേ, ട്രേഡിംഗ് വീക്ക്, ആൻഡ് ഓൾവേസ് put God first. Put God first. Yeah. Thank you for watching.